നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം മരണത്തിന് ശേഷവും സഭയോടൊപ്പം നിന്നു എന്നൊറ്റ കാരണത്താൽ ഒരു പുരോഹിത ശ്രേഷ്ഠനെ, ഒരു വന്യ പുരോഹിതനെ മരണത്തിന് ശേഷവും വേട്ടയാടുവാൻ ശ്രമിക്കുന്ന എറണാകുളത്തെ വിമത കോമരങ്ങൾ, സാത്താൻ സന്തതികൾ, അത് ലോകത്തൊഴിലാളികളാണെങ്കിലും ലോകയിടാത്ത പൈശാചിക ചിന്താഗതിയുള്ള എറണാകുളം വിമതരാണെങ്കിലും മരണത്തിന് ശേഷവും വേട്ടയാടൽ തുടരുമ്പോൾ നമ്മളിൽ നിന്ന് കടന്നുപോയ വന്യ പുരോഹിതനായ ഫാദർ ജോർജ് നെല്ലിശ്ശേരി അച്ഛന്റെ മരണത്തിന് ശേഷം എറണാകുളം വിമതർ ഇപ്പോഴും സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് എന്ന് സീറോ മലബാർ വിശ്വാസികൾ ഇപ്പോൾ വിളിച്ചു പറയുന്നു. അവർ മനസ്സിലാക്കുന്നു. കാരണം ഇതിന്റെയൊക്കെ പിറകിൽ എറണാകുളത്തെ വിമതർ നെല്ലിശ്ശേരിയത്തിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് അവർ സഭയെ ഭയപ്പെടുന്നതിന് തുല്യമാണ്, അവർ ദൈവത്തെ ഭയപ്പെടുന്നതിന് തുല്യമാണ്. കാരണം സാത്താന്റെ സന്തതികളായി എറണാകുളം വിമതർ മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ നെല്ലിശ്ശേരിയച്ചൻ പറഞ്ഞ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. സഭ നിഷ്കർഷിക്കുന്ന പരിശുദ്ധ ബലിയർപ്പണം അർപ്പിക്കുവാൻ അല്ലെങ്കിൽ അർപ്പിക്കപ്പെടുവാൻ സഭാ നേതൃത്വം മുൻകൈയെടുത്ത് മുൻപോട്ട് വരികയാണെങ്കിൽ എറണാകുളത്തുള്ള 90% വൈദികരും ആ ബലിയർപ്പണം നടത്തുവാൻ, അർപ്പിക്കുവാൻ തയ്യാറാണ് എന്ന് പ്രവാചക ശബ്ദത്തിൽ നെല്ലിശ്ശേരി അച്ഛൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ എറണാകുളത്ത് പരിശുദ്ധ ബലിയർപ്പണം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സഭാ നേതൃത്വത്തിന്റെ തെറ്റാണ്. സഭയുടെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന സഭാ നേതൃത്വത്തിന്റെ തെറ്റ് മാത്രമാണ് എന്നാണ് വിശ്വാസികൾക്കും പറയുവാനുള്ളത്. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് സഭ പറഞ്ഞതിനോടൊപ്പം നിന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ മരണത്തിന് ശേഷവും വയോവൃദ്ധനായിട്ടുള്ള വന്യപുരോഹിതനായിട്ടുള്ള നെല്ലിശ്ശേരി അച്ഛനെ വീണ്ടും ആക്രമിക്കുവാൻ ശ്രമിക്കുന്ന സാത്താൻ ചിന്താഗതിയുള്ള, പൈശാചിക ചിന്താഗതിയുള്ള എറണാകുളം വിമതരെ ഒറ്റപ്പെടുത്തേണ്ടത് സീറോ മലബാർ സഭയുടെ ആവശ്യമാണ്, സീറോ മലബാർ വിശ്വാസികളുടെ ആവശ്യമാണ്. ആയതുകൊണ്ട് മാത്രമാണ് ആയിരങ്ങളാണ് നെല്ലിശ്ശേരി അച്ഛന്റെ മൃതസംസ്കാര ചടങ്ങിലേക്ക് നാളെ ഒഴുകിയെത്തുവാൻ പോകുന്നത്. നാളെ ചൊവ്വാഴ്ച 2 മണിക്ക് എലവൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ വെച്ച് നടക്കുന്ന മൃതസംസ്കാര ചടങ്ങുകളിലേക്ക് സീറോ മലബാർ സഭയുടെ വിശ്വാസികൾ ഒഴുകിയെത്തുകയാണ്. ആയിരങ്ങൾ ഒഴുകിയെത്തുകയാണ്. അത് എറണാകുളം രൂപതയിൽ നിന്ന് തന്നെയല്ല, സീറോ മലബാർ സഭയുടെ എല്ലാ രൂപതകളിൽ നിന്നും സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ, സഭാ വിശ്വാസത്തെ സ്നേഹിക്കുന്ന വിശ്വാസികൾ, ഏകീകൃത ബലിയർപ്പണമാണ് സഭയുടെ അടിസ്ഥാന തത്വമെന്ന് ചിന്തിക്കുന്ന വിശ്വാസികൾ, മാർപ്പാപ്പയെ അനുസരിക്കുന്ന വിശ്വാസികൾ എല്ലാവരും എലവൂർ സെന്റ് ആന്റണീസ് പള്ളിയിലേക്ക് നാളെ ഒഴുകിയെത്തുകയാണ്. വോയിസ് ഓഫ് ട്രൂത്തിനും സീറോ മലബാർ വിശ്വാസികളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, പറയുവാനുള്ളത്, നിങ്ങൾ എല്ലാവരും സഭയെ സ്നേഹിച്ച വന്യ പുരോഹിതനായിട്ടുള്ള നെല്ലിശ്ശേരി അച്ഛന്റെ മൃതസംസ്കാര ചടങ്ങിലേക്ക് എറണാകുളത്തേക്ക് ഒഴുകിയെത്തണം. അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദരാഞ്ജലികൾ അത് സീറോ മലബാർ സഭയോടുള്ള സ്നേഹമാണ്, മാർപ്പാപ്പയോടുള്ള കടപ്പാടാണ്, മാർപ്പാപ്പയോടുള്ള സ്നേഹമാണ്, കത്തോലിക്ക സഭയോട് നിങ്ങൾ വിശ്വാസികൾ കാണിക്കുന്ന സ്നേഹമാണ്. ഇവിടെ വൈദികരോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, നിങ്ങൾ പിണക്കങ്ങൾ മറന്ന്, രൂപത വ്യത്യാസം മറന്നുകൊണ്ട് നെല്ലിശ്ശേരി അച്ഛന്റെ മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ നാളെ എറണാകുളം എലവൂർ സെന്റ് ആന്റണീസ് പള്ളിയിലേക്ക് എത്തിച്ചേർന്ന് ആ വന്യ പുരോഹിതന് സഭയോടൊപ്പം സഭയുടെ ശബ്ദമായി എറണാകുളത്തെ വിമതരെ ഭയപ്പെടാതെ, അവരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും അവരെ ഭയപ്പെടാതെ സഭയോടൊപ്പം നിന്ന ആ വന്യ പുരോഹിതന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ, അദ്ദേഹത്തിന്റെ അവസാന യാത്രയ്ക്ക് കൂട്ടേകുവാൻ നിങ്ങൾ എല്ലാവരും എറണാകുളത്ത് സെന്റ് ആന്റണീസ് പള്ളിയിലേക്ക് എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, നാം ദൈവത്തിൽ ആശ്രയിക്കുക എന്നാണ്.
ദൈവത്തിന്റെ ആ ശക്തി കൊണ്ട് ഇതൊക്കെ നേടാമെന്നൊരു വിചാരം വേണം. അതുകൊണ്ട് ശക്തമായ നിലപാടെടുക്കുക. എന്തുകൂടെ നേടാം എന്ന് പറയുന്നത് അത് നമുക്ക് കായിക ബലമുള്ളത് കൊണ്ടല്ല, ശരി നമ്മുടെ പക്ഷത്താണെന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ബോധ്യം നമ്മെ തുണയ്ക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതനുസരിച്ച് എല്ലാവരും പെരുമാറണം, പ്രതികരിക്കണം എന്നാണ്. വൈദികരാകട്ടെ, മെത്രാന്മാരാകട്ടെ, ആരുമാകട്ടെ ആ ഒരു ബലത്തിൽ മുന്നോട്ട് പോകണം എന്നാണ്. നോക്കുക, ഈ പിതാവ് അവൻ പന്നി മേയ്ക്കുന്ന സ്ഥലത്തേക്ക് പോയില്ല കേട്ടോ. അവൻ എന്താ പറയുന്നത്, അവന് സുബോധമുണ്ടായി എന്നാണ്. ഈ came to his senses and then he returned. തിരിച്ചു വന്നപ്പോൾ ആ പിതാവ് കാര്യനിയോഗം സ്വീകരിച്ചത്. അല്ലാതെ അവര് ഈ പന്നിയുടെ കൂട്ടത്തിൽ മതിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പിതാവും കൂടെ ചെന്നില്ല. അതുപോലെ ഈ അച്ഛന്മാരിവിടെ എല്ലാ അരാജകത്വം സൃഷ്ടിച്ച് എല്ലാ വൃത്തികേടിനും കൂട്ടുന്നത് അതിൽ ഏർപ്പെട്ട് കഴിയുന്ന ആ വൈദികരുടെ പിന്നാലെ ചെല്ലുക അല്ല നേതൃത്വം ചെയ്യേണ്ടത്. അവരെ മനസ്താപത്തിലേക്ക് കൊണ്ടുവരണം, അവരോട് പിന്തിരിഞ്ഞു വരാൻ പറയണം, സത്യത്തിലേക്ക് തിരിച്ചു വരാൻ പറയണം. അങ്ങനെ നിരന്തരമായി അവരെ സത്യത്തിലേക്കും നന്മയിലേക്കും വിശ്വാസത്തിലേക്കും തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ കമ്പാഷനേറ്റ് ആയിട്ട് അവരെ സ്വീകരിക്കുക. അതാണ് ക്രിസ്തുവിനെ സൂചിച്ചത്. അതല്ലാതെ അവരെല്ലാ വ്യക്തികളും തോന്നിയാസം ചെയ്തിട്ട് എന്താ ചെയ്യുക, അവരും നമ്മുടെ മക്കളല്ലേ. ഇതൊക്കെ നഷ്ടമില്ലായ്മയാണ്. അത് സുഖമൊന്നുമില്ല, നഷ്ടമില്ലായ്മയാണ്. അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.